ലെജൻസ് നമ്മുടെ ഹോം ഡെക്കർ ഐറ്റത്തിൽ ഇന്ന് റണ്ണറിൻ്റെ വീഡിയോ കേട്ടോ. റണ്ണർ എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയായിരിക്കുമല്ലോ, ഇനി അറിയാത്തവർക്കും ടേസ്റ്റ് പറയാം. നമ്മുടെ ഒരു ടേബിളിൻ്റെയൊക്കെ സെൻറ്റർ പോർഷനിൽ, അതായത് ടേബിൾ മാറ്റ് അപ്പുറം ഇപ്പുറം ഇടും. ഇത് സെൻറ്ററിൽ മാത്രമായിട്ട് ഇടുന്ന ഒരു ഐറ്റം. അതിങ്ങനെ സൈഡിൽ നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട്, ലെങ്ത്ത് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ലെങ്ത്ത് കൂടുതലുള്ള വലിയ ടേബിളിനൊക്കെയാണെങ്കിൽ ഇടാൻ പറ്റും. അപ്പോൾ സെൻറ്ററിൽ മാത്രം ഇത്രയും ഒരു പോർഷന് മാത്രമായിട്ട് കിടക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡായിട്ട് കുഞ്ഞായിട്ട് ഇങ്ങനെ ടാസൽസും കൊടുത്തിട്ടുണ്ട്. നല്ല ഫാബ്രിക് ആട്ടോ, ക്ലോത്ത് മെറ്റീരിയലാണ്. നമ്മൾ സാധാരണ ടേബിൾ മാറ്റ് ചെയ്യത്തില്ലേ, ആ ഒരു സെയിം ഫാബ്രിക് തന്നെ ഇതിനും വരുന്നത്. അപ്പോൾ ഇത്രയും നീളത്തിലായിട്ട് നമുക്കിങ്ങനെ, ഇനി ഇൻ കേസ് നിങ്ങൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലായിട്ട് ഇട്ടാൽ മതി. അല്ലെ മേളിൽ ജസ്റ്റ് ഇതിങ്ങനെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യുമ്പം ബാക്കി സൈഡിലായിട്ട് ടേബിൾ മാറ്റ് യൂസ് ചെയ്താൽ മതി. ഇതിങ്ങനെ റണ്ണ് ഇടുന്ന ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ടും വരാറുണ്ട്, സെറ്റായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം. നമ്പർ AC 508. അപ്പോൾ ഈ ഒരു പീസിന് വരുന്നത് 130 രൂപയാണ്, 130. ഇത് രണ്ടാമത്തെ കേട്ടോ, പെട്ടെന്ന് കണ്ട രണ്ടും ഒരേപോലെ ഇരിക്കും. മറ്റേതിനേക്കാളും കുറച്ച് ഡാർക്കർ ഷെയ്ഡാണിത്. അപ്പോൾ ഇതിങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ഇടാം കേട്ടോ. ഈ ഒരു കളർ വേണ്ടവർക്ക് അങ്ങനെ ഇടാം. വീവിങ് ഒക്കെ അത്രയും നല്ല പെർഫെക്റ്റ് ആണ്. നിങ്ങൾ തിരിച്ചും മറിച്ച് എങ്ങനെ ഇട്ടാലും നല്ലതാണ്. അപ്പോൾ ഇതിന് വേറെ വ്യത്യാസമില്ല. ഇതിന് തന്നെ ലെങ്ത് കൂടി കുറഞ്ഞ് ഒരുപാട് രീതി വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിച്ച രണ്ടും ഏകദേശം സെയിം ലെങ്ത് ആണ്. നമ്മുടെ ഒരു 4 പേർക്കുള്ള ടേബിളിനോ അല്ലെങ്കിൽ 6 പേർക്കുള്ള ടേബിളിനോ ഒക്കെ ആണെങ്കിലും ഇത് പക്കയാണ്. ഏകദേശം ഫുള്ളായിട്ടില്ല, ചക്കരം കുറവായിട്ട് അത് അങ്ങനെ നിൽക്കുന്ന കാണാൻ ഭംഗി. ഇനി ഒത്തിരി ലെങ്ത് ആണെങ്കിലും താഴോട്ടായിട്ട് കിടക്കുന്ന രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാക്കി എടുക്കാം കേട്ടോ. റണ്ണേഴ്സ് ഇങ്ങനെ നീളം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 509. അപ്പോൾ ഇതിൻ്റെ പ്രൈസും സെയിം ആണ്, 130. അടുത്ത് വരുന്നത് ഏകദേശം സെയിം ഡിസൈനാണ്, പക്ഷേ കളർ ചേഞ്ച് ഉണ്ട്. കുറച്ചൊരു ലെങ്ത്ത് കൂടുതലാണ്. ഞാൻ ഇതിങ്ങനെ കയറ്റിയിട്ടേക്കുന്ന നല്ല ലെങ്ത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഒരു 6 സീറ്റിൻ്റെ ടേബിളൊക്കെ ആണെങ്കിലും ഫുള്ളായിട്ട് തന്നെ നമുക്ക് നീളത്തിൽ കിട്ടും. ഇൻ കേസ് 4ൻ്റെ ആണെങ്കിലും ഇടാൻ പറ്റും. ഇത് കണ്ടില്ലേ, കുറച്ചുകൂടെ ഇങ്ങനെ താഴത്തോട്ടാക്കി ഇട്ടാൽ മതി. അപ്പോൾ ആ പോർഷൻ ഇങ്ങനെ താഴോട്ട് കിടക്കുന്നത് അത് കാണാൻ നല്ല കേട്ടോ, അങ്ങനെ ഇട്ടാലും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. മെറ്റീരിയൽ എനിക്കൊന്ന് വീതിയും ശക്കലും കൂടെ കൂടുതലാണ്. കുറച്ച് വലിയ ടേബിളിനാണെങ്കിലും നല്ല അത്യാവശ്യം കറക്റ്റായിട്ട് കിടന്നോളും. പിന്നെ വീവിങ് പാറ്റേൺ ഇതുപോലെ പോയേക്കണേ. അപ്പോൾ ഇതും വേണേൽ തിരിച്ചിടാം കേട്ടോ. തിരിച്ചിടുമ്പോൾ ഈ ഒരു ഷെയ്ഡിൽ കിട്ടും. ഇങ്ങനത്തെ ഓഫ് വൈറ്റ് പോലത്തെ ഷെയ്ഡ്സ് കുറച്ചുകൂടെ എടുപ്പ് കൂടുതൽ കിട്ടും. നമുക്ക് ടേബിളിന് കുറച്ച് തെളിച്ച കൂടുതൽ കിട്ടും. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 510. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 150 ആണ്, 150. നെക്സ്റ്റ് വരുന്നത് കുറച്ച് ഡിഫറെൻറ്റ് കളർ വേണ്ടവർക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണേ. ഇതിനകത്ത് കളർ കറക്റ്റ് കിട്ടുന്നില്ലേ, ഒരു പിങ്കിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ഒനിയൻ പിങ്കിൻ്റെ കറക്റ്റ്, നല്ലൊരു ഒനിയൻ പിങ്കിൻ്റെ ഷെയ്ഡ് ഇതിൽ കറക്റ്റ് കിട്ടണില്ല. കുറച്ച് അകത്തുമ്പോൾ കിട്ടുന്നുണ്ട്, എന്നാലും നേരിട്ട് കാണാൻ നല്ല കേട്ടോ. ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു വീവിങ് പാറ്റേൺ ഒക്കെ പോയിട്ടുണ്ട്. നേരിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ. അതിൻ്റെ അകത്ത് ഭയങ്കര ലൈറ്റായിട്ടാണ് കാണിക്കുന്നത്. നല്ല ഒനിയൻ പിങ്കിൻ്റെ ഷെയ്ഡില്ല ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഞാൻ ഇത് മടക്കി ഇട്ടേക്കുന്നത് കേട്ടോ. നമ്മുടെ ഒരു 6 സീറ്റുള്ള ടേബിളിനൊക്കെ പറ്റുന്ന രീതിക്കാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചിങ്ങനെ എക്സ്ട്രാ ആയിട്ട് കിടന്നാലും കാണാൻ നല്ലതാണ്. താഴത്തോട്ടായിട്ട് അങ്ങനെ കിടന്നോളും. ഇത് നിങ്ങൾക്ക് കയ്യിൽ ടേബിൾ മാറ്റ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൻ പറ്റുവാണെങ്കിൽ അങ്ങനെ നന്നായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇൻ കേസ് ഇതൊന്നും ഇല്ലെങ്കിലും മാറ്റ് സെറ്റ് ചെയ്തില്ലേ പോലും ഈവൻ ഒരു റണ്ണർ മാത്രമായിട്ട് നമുക്ക് ടേബിളിൽ ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു ഭംഗി കിട്ടും കേട്ടോ. റണ്ണർ മാത്രമായിട്ട് അത് സ്ഥിരമായിട്ട് അങ്ങനെ ഇട്ടാലും നല്ലതായിരിക്കും കാണാൻ. നമ്മുടെ ഡൈനിങ് ആ ഒരു ടേബിളിനും ആ റൂമിന് തന്നെ ഒരു പ്രത്യേക ഭംഗി കിട്ടും. സെൻറ്ററിലൊരു നമുക്കൊരു ഫ്ലവർ വേസ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 511. നമുക്കിതിൻ്റെ പ്രൈസ് 150 ആണ്, 150. അടുത്ത വരുന്നത് ഒരു നമ്മുടെ ലൈറ്റ് ഒരു പേസ്റ്റൽ ഗ്രീൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ കുറച്ച് ആഷ് പോലെ ഇരിക്കുന്നത് ചെറിയൊരു ഗ്രീൻ ടോൺ വരുന്നുണ്ട്. ഒരുപാടല്ല കേട്ടോ, ചെറുതായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു പാറ്റേണാണ്. ഇതും അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെയും സെൻറ്ററിൽ ഇങ്ങനെ നമുക്ക് ഒരു ഗ്രീൻ ചെറിയൊരു പോട്ടൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇതിനും നല്ല ലെങ്ത് ഉണ്ടേ. ഞാനിതിനെ ഇങ്ങോട്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് 6 സീറ്റിനൊക്കെ വരുന്ന അങ്ങനത്തെ സൈസിന് അത്രയും വലിപ്പമുള്ള സൈസ് മോഡലാണ്. ഇത് ടാസൽസ് ഒന്നുമില്ല കേട്ടോ, അറ്റത്ത് ടാസൽസ് ഒന്നുമില്ല, ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. നല്ല ഫിനിഷിംഗ് ആട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല. നിങ്ങൾക്ക് പ്രിൻറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ടാൽ പ്ലെയിൻ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെ റണ്ണർ ഇടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കുറച്ച് പീസ് ഞാൻ കൊണ്ടുവന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 512. ഇതിൻ്റെ പ്രൈസ് 150 കേട്ടോ, 150.